ഹായ് ഹലോ ഗായ്സ്. തൊണ്ടയൊന്ന് അടച്ചു. ഇന്നലെ മഴയൊന്ന് പേരിന് വേണ്ടി ഒന്ന് പൊടിച്ചു. ദൈവം ഇവിടെ ഒന്നും വാഴയിലയില്ല. ഇന്ന് രാവിലെ ഞാൻ ഓട്ടട ഉണ്ടാക്കാമെന്ന് വെച്ചു. ഓട്ടടയെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ, വാഴയിലയുടെ അകത്ത് നമ്മൾ ഗോതമ്പൊക്കെ വെച്ച് അതിൻ്റെ അകത്ത് തേങ്ങയും പഞ്ചസാര ശർക്കര നിങ്ങളുടെ ഇഷ്ടം അതൊക്കെ വെച്ച് നമ്മൾ ചുട്ടെടുക്കും. ദോശക്കല്ലിൽ ഇട്ടിട്ടേ ചുട്ടെടുക്കുന്നത് ഓട്ടട. അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ നമ്മൾ മനോരമാവിൻ്റെ കടയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഡേ ഇൻ മൈ ലൈഫ്. ഇത് ഉണ്ടോ നല്ല മീൻ. ഇങ്ങനെ നമ്മൾ ചാടി വേണം പോവാൻ. അപ്പോൾ നമ്മൾ മനോരമാവിൻ്റെ കടയിലോട്ട് പോവുകയാണെ തേങ്ങ വാങ്ങിക്കണം, പഞ്ചസാര വാങ്ങിക്കണം. ഇനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അവിടുത്തെ ഓൾഡ് ലേഡി ഇൻസ്ട്രക്ഷൻസ് തന്നു തുടങ്ങും. അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാം കേട്ടോ. ചെറുക്കൻ എന്തിയേ? എന്താ പരിപാടി? ഇല്ല ചേച്ചി, ഞാനേ വാഴയില പറിക്കാനായിട്ട് പോവാ. സത്യത്തിൽ വാഴയില ഇല്ല, ഉണക്കായോണ്ട്. വാഴയില കീറി കിടക്കും കേട്ടോ. ഓട്ടട നമ്മളിങ്ങനെ കല്ലിൽ ചുട്ടെടുക്കും. നല്ല രസമാണ്. ഇതിൻ്റെ അകത്ത് ഗോതമ്പ് പൊടി നന്നായിട്ട് കുഴച്ച് വെച്ച് അതിലോട്ട് തേങ്ങയുടെ ഫില്ലിങ്ങൊക്കെ വെക്കും. അങ്ങനെയാണ് സംഭവം ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ സുഖമായിട്ട് ഇളകി വരുമേ. ഈ ഒരു ഫോമിലിരിക്കും. ഇനി തീ കുറച്ച് കൂട്ടിയിടാം. ഇടയ്ക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇനി 6 ഉണ്ടാക്കിയേ, 7 സെറ്റും വെച്ച്. ഇപ്പം ഇങ്ങനെ തുറന്ന് നമുക്ക് ചൂടൊന്നും ഫീൽ ചെയ്യത്തില്ല. ഇതുണ്ടല്ലോ വാടി വരുന്നു. ഇനി ഇതിൻ്റെ അകത്തിരുന്ന മാവ് വേവും. നമ്മൾ എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ലേ. കുറേ നാളെ ഇതൊക്കെ കഴിച്ചിട്ടും ഉണ്ടാക്കിയിട്ടൊക്കെ. ഇവിടെ എനിക്കൊന്നും ഞാൻ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നത്. വീട്ടിൽ എനിക്കിത് വലിയ ഇഷ്ടമൊന്നുമില്ല. എനിക്ക് മറ്റേ ആവി വെച്ച് പുഴുങ്ങുന്നതാണ് ഇഷ്ടം. ചൂടാണോ? നമ്മുടെ ഇവിടുത്തെ മിക്സി കേടായിപ്പോയി കേട്ടോ. അപ്പം ഞാൻ അരയ്ക്കാനും വേണ്ടി പുത്തമ്പരെ വന്ന് മാവല്ല തേങ്ങയൊക്കെ അരച്ചിട്ട് നമ്മളങ്ങ് വീട്ടിലോട്ട് പോയത് കറി വെച്ചിട്ട് തിരിച്ചു വരാം കേട്ടോ. ഞാൻ അവിടെ ഒറ്റയ്ക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ബോറടിയാണ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ. എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. രാവിലെ ഭയങ്കര മഴക്കോൾ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10:30 ആയതേ ഉള്ളൂ. പക്ഷെ കണ്ടോ, മഴക്കോളും മന്ദാരവും. മഴ പെയ്യുമെന്നാണ് തോന്നുന്നത്. ഭയങ്കരമായിട്ട് കോള് കയറിക്കൊള്ളുന്നു. അപ്പം ഞാൻ നമ്മുടെ മുരിങ്ങയിലക്കറി വെച്ചിട്ട് അടുക്കളയും തൂത്തിട്ട് ഞാൻ പുത്തമ്പരയിൽ പോവാം കേട്ടോ. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനി കുറച്ച് തുണി കഴുകണം. അത് വൈകിട്ടേ ഉള്ളൂ. പിന്നെ വൈകിട്ട് മുറ്റം തൂക്കണം. അതൊക്കെ ഉള്ളൂ. അയ്യോ, ഞാൻ പേടിച്ചു. ഒരു കാക്ക അനങ്ങിയതാ. മഴ പെയ്യുമെന്നാട്ടോ തോന്നുന്നത്. ഭയങ്കര തണുത്ത കാറ്റ് വീശുന്നു എവിടെ മഴ പെയ്തിട്ട്. നമ്മളപ്പോൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ പുത്തമ്പരയിലോട്ട്. അവിടുത്തെ ഷീറ്റ് അടിക്കുന്നേ. മാല എന്തി വെച്ച ചെറുക്കൻ്റെ? അയ്യോ, നിങ്ങളുടെ വീട്ടിൽ പോക്കോ. മിക്സിയാ അടിച്ചോണ്ടിരിക്കുന്നത്. ചാർജായി, അതായി, ചോക്ലേറ്റ് ആയി. അവിടെ രാത്രി കിട്ടുന്ന MDM ഇപ്പൊ നമ്പർ കൊടുത്തിട്ടുണ്ട്. ജ്യൂസ് ഉണ്ടാക്കുവാന്നോടാ. നിന്റെ കണ്ണി വീണോടാ? കണ്ണി വീണോ? എൻ്റെ കണ്ണി ഒഴിക്കാൻ വന്നിട്ട് അവൻ്റെ കണ്ണി വീണ്.
നോക്കട്ടെ, വാ മോൻ കഴിവാ. കേസാമോന്റെ ഏത് കണ്ണില്ല വീണെന്ന് കാണിക്കേ. ഈ കണ്ണി എന്റെ കണ്ണി ഒഴിക്കാൻ വന്നിട്ട് അവന്റെ കണ്ണി വീണു. നിനക്കത് കണ്ടറിയത്തില്ലേ ചക്ക? നിനക്കും വേണോ? ഏടാ നീ പോയി ഒരു കുഞ്ഞു പ്ലേറ്റ് എടുത്തുണ്ടോ? ഏതാ റോട്ടാ? എന്റെ മുഖം ഒന്നും കാണല്ലേ. പിന്നെ ഓക്കെ. ആ കൊച്ചിന് കുഴപ്പമുണ്ടോ? പോയി എടുക്കടാ. ആ പഴുത്തതാ. അത് വിളങ്ങിയാണോ? അല്ലല്ലോ, പഴുത്തു പോയി. എടുത്ത് എറിയുവാ. ഓ നീ ബാ. നീ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാ, നമുക്ക് നോക്കിയാ. ഇപ്പൊ എവിടെ പോവാ? കൊഴക്കട്ട ഉണ്ടാക്കുമായിരുന്നു. ഒട്ട് കേട്ടോ, പട്ടാഴി അമ്പലത്തിൽ ഉത്സവം. അപ്പൊ ഇവിടുന്നാണ് ഘോഷയാത്ര പോകുന്നത്. നമ്മള് അത് കാണാനും വേണ്ടി മുക്കിനോട്ട് പോവാ. കട്ട് ചെയ്തേ. കണ്ടോ ഫാഷനി? ഞങ്ങളെ മുക്കിനോ എന്റെ ഉടുപ്പുണ്ടോ? മാവെല്ലാം ഉണ്ട്. അത്രയേ ഉള്ളു. കൂറത്തുണിയിട്ട് എല്ലാരും ഒരുങ്ങിയാ വന്നേക്കുന്നേ. ബിക്കോസ് സിംപ്ലിസിറ്റി. കമന്റ് ചോദിക്കുവാന്നേ. പടക്കം പൊട്ടുന്ന എപ്പോഴാ ഇവിടെ വരുന്നത്? അപ്പോൾ ഇവിടുന്ന് ഘോഷയാത്ര തുടങ്ങിയിട്ട് നമ്മുടെ പട്ടാഴി അമ്പലത്തിലോട്ട് പോകും കേട്ടോ. ഇനി ഓരോ ജംഗ്ഷനിലും ഓരോ ഫ്ലോട്ട് കെട്ടുകാഴ്ചയൊക്കെ കാണും.
ഞാനങ്ങനെ പട്ടാഴി അമ്പലത്തിലെ ഉത്സവത്തിന് ഇവിടെ വന്നതിന് ശേഷം കേട്ടോ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നൊന്നും പോയിട്ടില്ല. കഴിഞ്ഞ വട്ടവും പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര വലിയ ഉത്സവം കേട്ടോ. ഇത് നമ്മുടെ പാലത്തിൻ്റെ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അങ്ങനെ എല്ലാവരും നമ്മുടെ ഇവിടുത്തെ ആൾക്കാരൊക്കെ കാണാൻ കുറേ പേര് വന്ന് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ചെണ്ട കൊട്ടുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇവർ ഡാൻസൊക്കെ കളിക്കത്തില്ലേ, അത് കാണാനും ഭയങ്കര ഇഷ്ടമാണ്. ഈ ഉടുപ്പിട്ടുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ ലാലുചേട്ടൻ്റെ അച്ഛനാട്ടോ. അപ്പോൾ അങ്ങനെ കൊട്ടും കുരവയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ആസ്വദിച്ച് നിൽക്കുമായിരുന്നു. പിന്നെ ഫ്ലോട്ട് ഉണ്ടായിരുന്നു. കൊച്ചിലെ ഫ്ലോട്ട് കാണുന്ന ഭയങ്കര പേടിയായിരുന്നു. എന്തോ യക്ഷിയാണ്, ഇത് നമ്മളെ പിടിച്ച് വിഴുങ്ങും എന്നൊക്കെയായിരുന്നു കൊച്ചിലെയുള്ള വിചാരം. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എങ്കിലും ഫ്ലോട്ടൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതമാണ് എപ്പോഴും. അത് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് കുറച്ച് നമ്മുടെ തുണിയൊക്കെ വിരിച്ചിടാനായിട്ടുണ്ടായിരുന്നു. ചൂട് താന്നപ്പോഴാണ് വിരിച്ചിടാനായിട്ട് ഇറങ്ങിയത്. ഇനി ടെററായിട്ട് നോക്കാതെ ചേട്ടയുടെ തലയിലെ താരം കണ്ടോ? പിന്നെ ഞാൻ പൊടി കാണിക്കാം, നിങ്ങൾ നോക്കിക്കോ. ഞങ്ങൾ വല്ലപ്പോഴും ഇങ്ങനെ താരനൊക്കെ ചുരണ്ടി എണ്ണയൊക്കെ തൂക്കും, വല്ലപ്പോഴും. ഫുള്ള് നരയായി. ഇക്കിലെടുക്കുന്നുണ്ടോ? ഞങ്ങള് സ്ക്രബ് ചെയ്യട്ടോ, സ്ക്രബ്. മഴക്കാറ് കാണിച്ചവരെ മഴക്കാറില്ല, പക്ഷെ ചെറിയൊരു മന്ദാരം ഉണ്ട് കേട്ടോ. നേരത്തെ നല്ലൊരു ഇടി കുടുങ്ങി, നല്ല ഇടിയായിരുന്നു. നമ്മുടെ ചാമ്പയ്ക്ക് അത്യാവശ്യം കുറച്ച് വളർന്നേ. അപ്പുറം ഒന്നുമില്ല. നമ്മള് വിളക്കൊക്കെ കത്തിച്ച് കുഞ്ഞാപ്പിളി നേരത്തെ ചോറ് കഴിച്ച് ദുങ്കുമ്പോൾ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലപോലെ പെയ്യുന്നുണ്ട്. ആ ചെടിയുടെ മൂടൊന്നും നനയുന്നില്ല, എങ്കിലും ചാറുന്നുണ്ട്. നല്ല ഇടിയൊക്കെ കുടുങ്ങി വന്നേ കേട്ടോ. ചെറിയ കാറ്റും ഉണ്ട്. എവിടെ നല്ലപോലെ മഴ പെയ്യുന്നുണ്ട്. അതാ നമുക്ക് നല്ല തണുത്ത കാറ്റാണ് വീശുന്നത്. ഇടി കുടുങ്ങുന്നുണ്ട് ചെറുതായിട്ട്. കുറേ നാളുകൾക്ക് ശേഷം ഇത്രയെങ്കിലും നനയാനുള്ള മഴ പെയ്തത്. തകർപ്പൻ മഴയാണ്, തകർപ്പൻ മഴ. നാളുകൾക്ക് ശേഷം ഇങ്ങനെ മഴ പെയ്യുന്ന ഭയങ്കര മഴ, ഭയങ്കര സൗണ്ട് കേട്ടോ. നല്ല പോലെ പെയ്യുന്നേ. എല്ലാം ഒന്ന് തണുക്കാൻ വേണ്ടി ഒന്ന് പെയ്താൽ മതി. കാരണം ഈ മഴ ഒരു 10 മിനിറ്റ് ഉറച്ചു നിന്നാലേ നമുക്ക് തണുപ്പ് കിട്ടും, ഇല്ലെങ്കിൽ ചൂടളകും. മുറിയൊക്കെ നല്ല തണുത്ത്. ഞങ്ങൾ മഴയുണ്ട് കപ്പലണ്ടി എടുത്തേ. മഴയത്ത് തിന്നാൻ ഭയങ്കര രസമല്ലേ, കുറുമ്പ് കയറിയാണ്. ഞങ്ങളെ ബൈക്ക് എടുക്കാനും വേണ്ടി പോയി. എന്നിട്ട് നമുക്ക് അമ്പലത്തിൽ പോവാനേ ഇരുട്ടത്തൂടെ അതിട്ടോ നടന്നു പോകുന്ന അയ്യത്തൊക്കെ പന്നിയുണ്ട്. പന്നി കുത്തിയാൽ തീർന്നു. നാളെ തൊട്ട് എൻ്റെ വ്ളോഗ് കാണത്തില്ല. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. പന്നി മുരളിയതല്ല, ഞാൻ ചിരിച്ചതാ. നമ്മളെ അങ്ങോട്ട് പോവാണേ. മഴ ചാറ്റലുണ്ട്. ഞാൻ അപ്പോൾ ചേട്ടായോട് പറഞ്ഞു ചാറ്റലുണ്ട്. അല്ല, ചേട്ടായി എന്നോട് പറഞ്ഞു എടീ ചാറ്റലാടി ഇപ്പോഴേ പോകണ്ടെന്ന്. ഞാൻ പറഞ്ഞു വാ ചേട്ടായി നമുക്ക് പോവാൻ ചേട്ടായി എന്ന് പറഞ്ഞു. നല്ല ചാറ്റലുണ്ട്, നല്ല പെയ്യുന്നുണ്ട്. ഉടുപ്പൊക്കെ നനയുന്നുണ്ടോ? അത്യാവശ്യം നല്ല ചാറ്റലുണ്ട്. എങ്കിലും മഴയൊക്കെ നനഞ്ഞ് ഉത്സവം കൊള്ളുന്ന ഒരു സുഖമല്ലേ, ഉത്സവം കാണുന്നത്. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ നടന്ന് ബൈക്ക് എടുക്കാൻ വന്നു കേട്ടോ. വിജീഷേട്ടൻ്റെ ബൈക്കാണ്. നമ്മളങ്ങനെ ബുള്ളറ്റി അമ്പലത്തിലോട്ട് പോട്ടെ. സത്യം പറഞ്ഞാൽ ബുള്ളറ്റിൽ പോകുന്ന ഒരു ഫീലാണേ, ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബുള്ളറ്റ്. പക്ഷെ ചേട്ടായി പറയും എടി കുറേ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ചന്തി വരുക്കൂന്ന്.
നമ്മൾ അങ്ങോട്ട് പോവാം. റോഡിൽ കൂടെ പുക പൊങ്ങുന്നുണ്ടോ? ആ മഴയൊക്കെ താന്നിട്ട്. അപ്പം നല്ല തകർത്ത് മഴ പെയ്തില്ല. ഈ മഴയാണെങ്കിൽ കെട്ടുകാഴ്ചയൊക്കെ അടിപൊളിയാവും കേട്ടോ. അത് മാത്രമല്ല, ഈ കെട്ടുകാഴ്ചയിൽ കാള എടുക്കുന്നില്ലേ, അപ്പോൾ ഈ കാളയിൽ വെള്ളം വീണിട്ട് കച്ചി നനയും. കച്ചി നനഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ആയിരിക്കും ഇവർക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകാനായിട്ട്. ഇഷ്ടം പോലെ കെട്ടുകാളയുണ്ട് കേട്ടോ. ഇത് കാണാൻ ഭയങ്കര രസമാണ്. കുറേ പേര് മഴയത്താണേലും ഒരു വിഷയമില്ല, കുടയൊന്നും പിടിക്കാതെ ഉത്സവം കാണണം എന്ന മൈൻഡ് സെറ്റിലാട്ടോ പോകുന്നത്. ഇങ്ങനെ പണ്ട് അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പണ്ടാണെങ്കിൽ ചൂട്ട് കത്തിച്ച് ഉത്സവം കാണാൻ പോകുമായിരുന്നു, പായും കൊണ്ട് പോകുമായിരുന്നു, ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുപോയി അവിടെ കിടക്കുമായിരുന്നു. അതൊക്കെ ഒരു പ്രത്യേക ഫീലായിരിക്കുമല്ലോ. അപ്പോൾ ഇഷ്ടം പോലെ മുത്തുക്കുടയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ മുത്തുക്കുട പിടിച്ചവർക്ക് മഴ നനയും, കാരണം മുത്തുക്കുട തുണിയാണല്ലോ, അതിൽ കൂടെ വെള്ളം വീഴും. ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. മഴ ചാറുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പക്ഷേ എങ്കിലും അതൊന്നും വകവയ്ക്കാതെ കേട്ടോ ആൾക്കാർ ഉത്സവത്തിന് പോകുന്നത്. നമ്മൾ പോകുന്ന വഴിക്കെല്ലാം കുറേ പേര് നടന്നു പോകുന്നത്. സത്യം പറഞ്ഞാൽ ഉത്സവത്തിന് നടന്നു പോകുന്നത് ഒരു പ്രത്യേക ഫീലാണ്. നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരുടെ കാര്യമൊക്കെ പറഞ്ഞ് മഴയൊക്കെ നനഞ്ഞ് നമ്മൾ മുഷിയും. നടന്ന് കാലൊക്കെ വേദന എടുക്കും. എങ്കിലും പ്രശ്നമില്ല എന്നുള്ള മൈൻഡ് സെറ്റിൽ നമ്മളിങ്ങനെ നടന്നു പോകത്തില്ലേ. ഞാൻ വിചാരിച്ചു ഇത് ഉത്സവത്തിൻ്റെ ലൈറ്റാണ്, പക്ഷേ ഇത് പള്ളിയിൽ എന്തോ ലൈറ്റാട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്താറായി. ഇന്ന് ഞാൻ ചേട്ടാട് പറഞ്ഞു, അയ്യോ എത്ര വന്നിട്ട് എന്താ അമ്പലത്തിലോട്ട് എത്താത്ത, കാരണം നമ്മൾ ഒന്നാമത് പതിയാണ് വരുന്നത്, പിന്നെ ഭയങ്കര തിരക്കായിരുന്നു റോഡിൽ. ഈ കെട്ടുകാഴ്ചയൊക്കെ എപ്പോഴേ ഇറങ്ങിയതാണ്. മഴയൊക്കെ കാരണം കുറേ ഡിലേ ആയിട്ടോ. ഈ കെട്ടുകാഴ്ചയിൽ ഇങ്ങനെയുള്ള ഉരുപ്പിടിയൊക്കെ വലിക്കുന്നവരെ സമ്മതിച്ചു കൊടുക്കണം. എന്നെ കൊണ്ടൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പിന്നെയും കുറേ മുത്തുക്കുട. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഓരോ സ്ഥലങ്ങളിലെ ആട്ടോ ഈ ഓരോ മുത്തുക്കുടയും കാഴ്ചകളും ഒക്കെ. ഓരോ ജംഗ്ഷനിൽ നിന്ന് ഓരോ കെട്ടുകാഴ്ചയും കാര്യങ്ങളും ഒക്കെ കാണും. അങ്ങനെ നമ്മൾ നമ്മുടെ പട്ടാഴി എത്താറായി. അവിടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. അത്യാവശ്യം നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. കഴിഞ്ഞ വട്ടം കാറിലാണ് വന്നത്. കാറിടാൻ നമുക്ക് സ്ഥലം കിട്ടില്ല. അതുകൊണ്ടാണ് ഈ വട്ടം നമ്മൾ ബൈക്ക് എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് വിജീഷ് ചേട്ടൻ്റെ ബൈക്ക് എടുത്തുകൊണ്ട് വന്നത്. ബുള്ളറ്റിലൂടെ ആയതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ യാത്ര കാണാനും ഇങ്ങനെ കണ്ടിരിക്കാനും പോകുന്നവരെയും വരുന്നവരെയൊക്കെ കാണാം. പിന്നെ നമ്മളിന്ന് ഉത്സവത്തിന് ചെന്നപ്പോൾ 2-3-4 പേര് നമ്മളോട് ചോദിച്ചു റീൽസൊക്കെ ചെയ്യുന്നതല്ലേ എന്ന്. ഭയങ്കര സന്തോഷം. കഴിഞ്ഞ ഉത്സവത്തിന് പോയപ്പോൾ നമ്മളെ ആർക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ അത് ചേട്ടാട് പറഞ്ഞു, കഴിഞ്ഞ ഉത്സവത്തിന് ആർക്കും നമ്മളെ അറിയത്തില്ല. ഈ ഉത്സവത്തിന് അത്യാവശ്യം കുറച്ച് പേരുണ്ട്, ഒരാളെങ്കിലും നമ്മളെ തിരിച്ചറിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര സന്തോഷം. നമ്മളെ വണ്ടി അവിടെ ഒതുക്കിയിട്ട് നടന്നു പോവാം കേട്ടോ. ഭയങ്കര തിരക്കായതുകൊണ്ട് നമുക്ക് വണ്ടിയൊന്നും അമ്പലത്തിൽ കൊണ്ട് വെക്കാനായിട്ട് പറ്റത്തില്ല. ഭയങ്കര തിരക്കാണ്. കാരണം എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നതെന്ന് അറിയാമോ? നമുക്ക് കുറച്ചിങ്ങോട്ട് വണ്ടിയിൽ വന്നപ്പോൾ തന്നെ വണ്ടി തന്നെ മൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നു പോകാം. കഴിഞ്ഞ വട്ടം ഇങ്ങനായിരുന്നു. കാറിലൊന്നും വന്നാലേ നമുക്ക് കാർ ഒതുക്കാൻ പറ്റത്തില്ല, അതുപോലെ തിരക്കായിരിക്കും. പിന്നെ മഴയും കൂടെ ആയതുകൊണ്ട്, പക്ഷേ മഴയാണെങ്കിലും ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ മഴ അതൊന്നും നോക്കിയിട്ട് അപ്പം ഞങ്ങൾ വണ്ടി ചേട്ടായിക്ക് ഇനി ടെൻഷനാണ് കേട്ടോ. വണ്ടി ഒതുക്കി വെച്ച് കഴിഞ്ഞ് ഭയങ്കര ടെൻഷനാണ്. നമ്പർ മീനം തെക്കേക്കര യൂണിറ്റിന്റെ കെട്ടുരുപ്പടിയുടെ എഴുന്നള്ളിപ്പ് പൂർത്തിയായിരിക്കുകയാണ്. ആ നിന്ന് മാറ്റുന്നതിനുള്ള ക്രമീകരണം ചെയ്യേണ്ടതാണ്. 11 നമ്പർ മീനം തെക്കേക്കര യൂണിറ്റിന്റെ കെട്ടുകാഴ്ച കമ്മിറ്റി കൺവീനർ ഭയങ്കര തിരക്കാണ്. രക്ഷയില്ലാത്ത തിരക്കാണ്. നമ്മളതിൻ്റെ ഇടയിൽ കൂടെ സേഫായിട്ട് കുറച്ച് വന്നു. ഇനി അമ്പലത്തിനുള്ളിൽ കയറാൻ ഭയങ്കര തിരക്കായിരിക്കും. സത്യം പറഞ്ഞാൽ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പേടിയാട്ടോ. മഴയൊക്കെ നല്ല പോലെ തോന്നി. ഇവിടുത്തെ ചേട്ടന്മാരെയൊക്കെ കണ്ടേ, കൊട്ടും കുറേ കെട്ടുകാളൊക്കെ ഉണ്ട്. കെട്ടുകാഴ്ചകൾക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് ഭയങ്കര തിരക്കാട്ടോ, ഭയങ്കര തിരക്ക്. നമ്മളങ്ങനെ അമ്പലത്തിന്റെ മുന്നിൽ പോന്നെ.
പൂർത്തിയാക്കണം എന്ന് അറിയിക്കുകയാണ്. അപ്പം നമ്മൾ മുന്നോട്ട് പോവാണേ. ഭയങ്കര തിരക്കാ, താഴെല്ല നല്ല ചെളി ചെളി. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ലൈവ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ നമ്മളോട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. എന്നോട് ചോദിച്ചു വീട് എവിടെ. അപ്പം ഞാൻ പറഞ്ഞു കലഞ്ഞൂർ. അപ്പം ഞാൻ ചോദിച്ചു കലഞ്ഞൂർ അമ്പലത്തിൽ ഉത്സവമാണോ വലുത് അതോ പട്ടാഴിയിലെയാണോ? അപ്പം ഞാൻ പറഞ്ഞു കലഞ്ഞൂരെയാണ്. കാരണം നമ്മൾ ജനിച്ച സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വലുതല്ലേ, അവിടെ ഉത്സവം അങ്ങനെയല്ലേ. പട്ടാഴിയിലെ അടിപൊളി ഉത്സവമാട്ടോ. എങ്കിലും നമ്മൾ ജനിച്ച് വളർന്ന നമ്മുടെ നാട് ആ ഒരു ഫീല്, അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞു. ടൈമിന് ചാച്ചനെ അമ്മയും കണ്ട് അവർക്ക് ഈ ഉത്സവം എന്നൊക്കെ പറഞ്ഞാലേ എവിടെ ഉത്സവം ഉണ്ടെങ്കിലും അവിടെ എല്ലാം അതൊരു വല്ലാത്ത ഒരു പ്രത്യേക സ്വഭാവമാണ്. എല്ലായിടത്തും ഉത്സവത്തിന് പോകും കേട്ടോ. അങ്ങനെ നമ്മൾ സ്കൂളിൻ്റെ അതിലെ ഇറങ്ങിയിട്ട് പോവാട്ടോ.
ഇത് എളുപ്പമാ. കെട്ടിരിപ്പടിയുടെ നമ്മളപ്പോൾ ഉത്സവമൊക്കെ കണ്ടിട്ട് നേരെ വീട്ടിലോട്ട് പോകും കേട്ടോ. പക്ഷെ സാധനം കഴിച്ചപ്പോൾ തൊട്ട് എൻ്റെ വയറിനൊരു എരിച്ചിൽ. കയറട്ടെ? അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറി നമ്മളിനി പോവാം. വീട്ടിലോട്ട് പോവാണ്. ഭയങ്കര തിരക്കായിരുന്നു ഉത്സവം, ഒരു രക്ഷയില്ലാത്ത തിരക്ക്.